ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മല്ലിയിലയും തേങ്ങയും എല്ലാം അരച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ്. ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. വെൽക്കം ടു ദൻസ് കിച്ചൻ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. അതിലൊരു 6-7 സ്പൂൺ തൈര്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 5-6 കുരുമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് ഇഞ്ചി, ഒരു വലിയ തക്കാളി, 2 വലിയ ഉള്ളി. ഇത്രയും സാധനങ്ങൾ ഒന്ന് എണ്ണയിൽ ചൂടാക്കി നമുക്ക് അരച്ചെടുക്കണം. അതിലേക്ക് ഒരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലി, ജീരകം, കുരുമുളക് എല്ലാം ഇട്ടു. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, വലിയ ഉള്ളി 2 എണ്ണം എടുത്ത് വെച്ച് അതും ഇട്ട് വെച്ചിരിക്കുന്ന ടൊമാറ്റോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി. ഇത് വഴറ്റി ഇനി ഇത്രയും മതി. ഇത് നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. 2 കിലോ ചിക്കന് വേണ്ടിയിട്ട് നമ്മളൊരു 12 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആയിരിക്കുന്ന മസാലയ്ക്കകത്ത് ഈ വെളുത്തുള്ളിയും ഇഞ്ചി, ഉള്ളി എല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഈ പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് പച്ചമുളക് ഇട്ടു. ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് നല്ലതായിട്ട് അരച്ചെടുക്കുക. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇടേണ്ടത്. ഇതിലേക്ക് 2 തക്കോലം, 12 ഗ്രാമ്പൂ, 10 ഏലക്ക. ഇത് നമ്മൾ ഈ എണ്ണയിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നില്ല, ഞാൻ ഒരു 5-10 കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം ഇതൊക്കെ ഇട്ട് ബേ ലീവ്സ് ഇട്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയും എല്ലാം തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള അരപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടെ എണ്ണയിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം. എണ്ണയും ഒന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് ആക്കിയെടുക്കണം. ആ എണ്ണ ഒന്ന് പൊങ്ങി മാറി വരുമ്പോൾ ആ മസാലയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. മസാല നല്ലപോലെ ആയിട്ടുണ്ട്. എണ്ണയെല്ലാം മാറി മസാലയൊക്കെ നല്ലതായി. ഇനി നമ്മൾ 2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 6-7 സ്പൂണോളം ഞാൻ തൈര് പരത്തി വെച്ചിരിക്കുന്നതാണ്, മഞ്ഞളും ഉപ്പൊക്കെ. അതിനി ഇതിലേക്ക് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ തേങ്ങയും മല്ലിയിലയും അരച്ചത് ചേർക്കേണ്ടത്. വെന്തതിന് ശേഷം അത് ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതൊരു തേങ്ങയുടെ പകുതിയുണ്ട്. ഈ പകുതി തേങ്ങയും ഒരു കെട്ട് മല്ലിയിലയും കൂടിയാണ് ഇതിന് അരച്ച് നമ്മൾ എടുക്കണം. അതിന് മിക്സിയിൽ ജാറിലേക്ക് മാറ്റി
ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക. ഞാൻ വെള്ളം ഒഴിക്കാണ്ടാണ് വേവിക്കാൻ വെച്ചത്, വെള്ളം തീരെ ഒഴിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഇതൊന്ന് വെന്തോ എന്ന് നോക്കണം. വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയും മല്ലിയിലയും കൂടെ അരച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും മല്ലിയിലയും ചേർത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കണം. നമ്മുടെ ഗ്രീൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും. അതേപോലെ ഈ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് കമൻസിൽ നിങ്ങൾ അറിയിക്കണം എങ്ങനെയുണ്ടെന്ന്.